HMD എന്ന ബ്രാൻഡിന്റെ HMD ഓറ സ്ക്വയർ എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ബഡ്ജറ്റ് സെഗ്മെന്റിൽ വരുന്ന സ്മാർട്ട് ഫോണാണ്, ബേസിക് ആയിട്ടുള്ള സ്മാർട്ട് ഫോണാണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് HMD ഓറ സ്ക്വയർ എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. അപ്പം നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ വളരെ ബേസിക് ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ആണ് വരുന്നത്. 6.52 ഇഞ്ചിന്റെ HD+ ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പം ഈ ഫോണിൽ ഫുൾ HD റെസൊല്യൂഷൻ വരുന്നില്ല, HD റെസൊല്യൂഷനേ വരുന്നുള്ളൂ. വില 9200 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ HD റെസൊല്യൂഷൻ എന്നുള്ളത് ഓക്കെയാണ്. പിന്നെ LCD പാനലാണ് ഇതിൽ വരുന്നത്. വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനുള്ള നോച്ച് കൊടുത്തിട്ടുള്ളൂ, പഞ്ചോൾ ഡിസൈൻ കൊടുത്തിട്ടില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പഞ്ചോൾ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായേനെ. പിന്നെ കൂടിയ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നില്ല, 60 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റേ വരുന്നുള്ളൂ. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അറ്റ്ലീസ്റ്റ് ഒരു 90 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായേനെ. പിന്നെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 460 നിറ്റ്സ് ആണ്. ഇപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുമ്പോൾ വളരെ ബേസിക് ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സുമായിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്ര മികച്ചത് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും തരക്കേടില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സ് എന്ന് പറയാം. ആവറേജ് മാത്രമാണ് ഇത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസറൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഫോണിന്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 185.4 ഗ്രാം ആണ്. തിക്നെസ് വരുന്നത് 8.95 mm ആണ്. പിന്നെ IP54 റേറ്റിംഗ് ഒക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നല്ലൊരു കാര്യമാണ്. 10,000 രൂപയ്ക്ക് താഴെ വരുന്ന ഒരു ഫോണിൽ IP റേറ്റിംഗ് വരുന്നു എന്നുള്ളതൊക്കെ. പിന്നെ ഈ ഫോണിന്റെ മിഡ് നൈറ്റ് ബ്ലാക്ക്, IC ബ്ലൂ എന്നീ കളർ വേരിയൻസ് ആണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി പ്രോസസറിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ യൂണി SoC SC9863A എന്ന പ്രോസസറാണ് ഈ ഫോണിൽ വരുന്നത്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് അത്ര മികച്ചൊരു പ്രോസസ്സറാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. ജസ്റ്റ് ആവറേജ് ആയിട്ടുള്ള ഒരു പ്രോസസ്സർ മാത്രമാണ് ഇത്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള മികച്ച പ്രോസസ്സർ ഇതിൽ വരുന്നില്ല. പിന്നെ 5G സപ്പോർട്ടൊന്നുമില്ല, മാക്സിമം 4G സപ്പോർട്ടാണ് ഈ ഫോണിൽ വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത് ഓക്കെയാണ്. പിന്നെ ഈ ഒരു ഫോണിൽ 4 GB റാമും 256 GB ഇന്റേണലും വരുന്നുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ തന്നെ 256 GB ഇന്റേണൽ വരുന്നു എന്നുള്ളത്. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് സ്ലോട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. സിംഗിൾ സ്പീക്കറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്, സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത് ഓക്കെയാണ്. 3.5 mm ഓഡിയോ ജാക്ക് ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ Android 14 ബേസ് ആയിട്ടുള്ള Go Edition സോഫ്റ്റ്വെയർ ആണ് ഇതിൽ വരുന്നത്. Go Edition എന്ന് പറഞ്ഞാൽ പ്രോസസ്സർ അത്ര പവർഫുൾ അല്ല എന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ റാം കുറവാണെന്നുണ്ടെങ്കിലൊക്കെ ഹാങ്ങും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പം ആൻഡ്രോയിഡിന്റെ ലൈറ്റ് വെർഷൻ ആണ് സോഫ്റ്റ്വെയറിൽ കൊടുക്കാറ്, അതാണ് Go Edition സോഫ്റ്റ്വെയർ. അങ്ങനെയുള്ളൊരു സോഫ്റ്റ്വെയർ ആണ് ഇതിൽ വരുന്നത്. പിന്നെ ഈ ഒരു ഫോണിൽ 2 കൊല്ലത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിന്റെ പിന്നിൽ സിംഗിൾ ക്യാമറ ആണ് കൊടുത്തിരിക്കുന്നത്. ഫോണിന്റെ പിന്നിൽ 13 MP ഒരു ക്യാമറ സെൻസർ വരുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിൽ 5 MP സെൽഫി ക്യാമറയും വരുന്നുണ്ട്. അപ്പം ബേസിക് ആയിട്ടുള്ള ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. പക്ഷേ ഈ ഒരു പ്രൈസ് വെച്ചാൽ അത് ഓക്കെയാണ്. പിന്നെ ബാറ്ററിയുടെ കാര്യത്തിൽ 5000 mAh ബാറ്ററി വരുന്നുണ്ട്. ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ചെയ്യുന്നില്ല, 10 വാട്ടിന്റെ ചാർജിങ് സ്പീഡേ വരുന്നുള്ളൂ. പിന്നെ Type-C ചാർജിംഗ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ബേസിക് ആയിട്ടുള്ള തിരക്കേടില്ലാത്തൊരു ബാറ്ററി സെറ്റപ്പ് വരുന്നുണ്ട് എന്നേ പറയാൻ പറ്റുള്ളൂ. ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊന്നും ഇതിൽ വരുന്നില്ല. അപ്പം ഇതൊക്കെയാണ് മൊത്തത്തിൽ ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടില്ല. ഇപ്പം ഓസ്ട്രേലിയ പോലുള്ള രാജ്യങ്ങളിലൊക്കെയാണ് ഈ സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അവിടെ ഈ ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത് 9200 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ പറഞ്ഞിട്ടുള്ള ഫീച്ചേഴ്സ് എങ്ങനെ ഉണ്ട് എന്ന് വെച്ചാൽ അത്ര മികച്ച ഫീച്ചേഴ്സ് എന്നൊന്നും പറയാൻ പറ്റില്ല. ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്ര മികച്ചതല്ല. അതുപോലെ തന്നെ പ്രോസസ്സർ അത്ര മികച്ചത് എന്ന് പറയാൻ പറ്റില്ല. ബാറ്ററി സെറ്റപ്പും അത്ര മികച്ചത് എന്നൊന്നും പറയാൻ പറ്റില്ല. പിന്നെ തിരക്കേടില്ലാത്ത ഓൺ പേപ്പർ ക്യാമറ സ്പെസിഫിക്കേഷൻ ഉണ്ട് എന്നേ ഉള്ളൂ. എന്തായാലും എടുത്തു പറയേണ്ട അധികം ഫീച്ചേഴ്സ് ഉള്ളതായിട്ട് തോന്നിയിട്ടില്ല. IP54 റേറ്റിംഗും 256 GB ഇന്റേണലൊക്കെ നല്ല കാര്യങ്ങൾ തന്നെയാണ്. എന്തായാലും മൊത്തത്തിൽ നോക്കുമ്പോൾ അത്ര മികച്ച ഫീച്ചേഴ്സ് ഇതിൽ വരുന്നുണ്ട് എന്ന് പറയാൻ പറ്റില്ല. ഇനി ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്യുന്ന വെച്ചാൽ ചിലപ്പം ലോഞ്ച് ചെയ്തേക്കാം. പക്ഷെ അതിനെ പറ്റിയിട്ടുള്ള ന്യൂസുകളൊന്നും ഇപ്പം പുറത്തു വന്നിട്ടില്ല. അതിനെ പറ്റിയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ന്യൂസുകൾ വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം അതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഇന്ത്യയിൽ നമുക്ക് ഈ ഒരു ഫോൺ ഒരു 8000-9000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ട് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. പൊതുവേ HMD ഇന്ത്യൻ മാർക്കറ്റിലൊക്കെ ഫോണുകൾ ലോഞ്ച് ചെയ്യുമ്പോൾ അത്ര മികച്ചൊരു പ്രൈസിങ്ങിൽ ഫോണുകൾ ലോഞ്ച് ചെയ്യാറില്ല. ഇതും കുറച്ച് ഓവർ പ്രൈസ്ഡ് ഒക്കെ ആയിട്ട് തന്നെയായിരിക്കും ലോഞ്ച് ചെയ്യുക, ഇനി ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. എന്തായാലും HMDയുടെ ഓറ സ്ക്വയർ എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.